ജപ്പാനിലെ ക്യോട്ടോയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ അരാഷിയാമ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണിത്. അരാഷിയാമ ബാംബു ഫോറസ്റ്റ് കാണാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. സംഘമായി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്നും 1.5 കിലോമീറ്റർ നടക്കണം. വഴിയിൽ മുഴുവൻ വിദേശ ടൂറിസ്റ്റുകളും സ്വദേശി ടൂറിസ്റ്റുകളും തീർത്ഥാടകരുമൊക്കെയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാംബു ഫോറസ്റ്റാണ് ഇത്രയേറെ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അരാഷിയാമ ബാംബു ഫോറസ്റ്റ് എന്നും സഗാനോ ബാംബു ഫോറസ്റ്റ് എന്നും അതിന് പേരുണ്ട്. ഈ സ്ട്രീറ്റിൽ കൂടി നേരെ കുറേ നടക്കണം അവിടേക്ക്. ഇവിടുത്തെ ബാംബു ഫോറസ്റ്റിൽ വെച്ച് ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അതിലുള്ള ഒരു കൗതുകം. വിജയ് നായകനായി 2014 പുറത്തിറങ്ങിയ ജില്ല എന്ന സിനിമയാണത്. അതിലെ കണ്ടാങ്കി കണ്ടാങ്കി എന്ന പാട്ട് ചിത്രീകരിച്ചത് അരാഷിയാമ ബാംബു ഫോറസ്റ്റിൽ വെച്ചാണ്. അങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് ആ മുളങ്കാട് സുപരിചിതമായത്. പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള റിക്ഷകൾ കാണാം. ജപ്പാൻ എന്ന ഏറ്റവും ആധുനികമായ ഒരു രാജ്യത്ത് മനുഷ്യരെ ഇരുത്തി വലിച്ചുകൊണ്ടുപോകുന്ന റിക്ഷകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അതുണ്ട്. ഞങ്ങൾ നടത്തം തുടർന്നു. ജില്ല എന്ന സിനിമയിൽ ഒരു പാട്ടുരംഗത്ത് മാത്രമാണ് അരാഷിയാമ ബാംബു ഫോറസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അതോടെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമുള്ള ധാരാളം ടൂറിസ്റ്റുകൾ ആ മുളങ്കാട് കാണാൻ വരാൻ തുടങ്ങി. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. ഇടവഴിയിലാണെങ്കിൽ ജനപ്രവാഹമാണ്. ഒരു മുളങ്കാട് കാണാൻ പോകുന്നവരുടെ തിരക്ക്. ഇരുവശത്തും മുളങ്കമ്പും ഇല്ലിയും കൊണ്ട് വേലി കെട്ടിയ വഴി. അതിലൂടെ ബാംബു ഫോറസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തുകയായി. ഇടതൂർന്നു വളരുന്ന മുളകളുടെ ഒരു വനം. 1000-ലധികം വർഷങ്ങളായി മുള മാത്രം വളരുന്ന ഈ വനം ഇവിടെയുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ ക്യോട്ടോയിലെ സമ്പന്നരും പൗരപ്രമുഖരുമൊക്കെ വിശ്രമത്തിനും സമയം പോക്കാനും എത്തുന്ന ഒരു വനമായിരുന്നു ഇത്. 14-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ ഒരു ഭാഗത്ത് സെൻ ബുദ്ധിസ്റ്റുകളുടെ ക്ഷേത്രമായ തെൻറിയുജി സ്ഥാപിതമായി. അതോടെ ഒരു തീർത്ഥാടന കേന്ദ്രവുമായി അരാഷിയാമ ബാംബു ഫോറസ്റ്റ്. തെൻറിയുജി ക്ഷേത്രം കൂടാതെ ഏതാനും ഷ്രൈനുകളും ഒരു വലിയ സെമിത്തേരിയുമൊക്കെ ഈ മുളംകാട്ടിലുണ്ട്. നല്ല ഉയരത്തിൽ വളരുന്ന മോസോ മുളയാണ് ഇവിടെയുള്ളത്. ചൈന, തൈവാൻ, ജപ്പാൻ എന്നിവിടങ്ങളിൽ വ്യാപകമായി വളരുന്ന മുള ഇനമാണത്. ഫിലോസ്റ്റാക്കിസ് എഡ്യൂലിസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. ഒരു ബാംബു ഫോറസ്റ്റ് കാണാൻ മാത്രമാണ് ഇത്രയും ആളുകൾ വരുന്നതെന്ന് ചിന്തിക്കണം. റിക്ഷയിൽ വരുന്ന ആളുകൾ ബാംബു ഫോറസ്റ്റിനകത്ത് മുളകളെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ബാംബു ഫോറസ്റ്റിലെ സെമിത്തേരി. സെൻ ബുദ്ധിസ്റ്റുകളുടെ സെമിത്തേരിയാണ്. ബാംബു ഫോറസ്റ്റിലാകെ 8000 സ്മാരകശിലകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ട് മുതലുള്ളവ അതിൽ ഉൾപ്പെടുന്നു. ഞാൻ മുളങ്കാട്ടിലൂടെ കുറേ നടന്നു. വളർന്നു നിൽക്കുന്ന മുളകളുടെ ഒരേ കാഴ്ച തന്നെയാണ്. അതിനാൽ തിരികെ നടന്നു. തിരിച്ച് ഞാൻ സ്ട്രീറ്റിലേക്കെത്തി. കിമോണയൊക്കെ ധരിച്ചവരും ടൂറിസ്റ്റുകളിലുണ്ട്. റിക്ഷകൾ ഇവിടെ രസകരമായ കാഴ്ചയാണ്. ആളുകൾ വലിക്കുന്ന റിക്ഷയ്ക്ക് ജിൻറിക്കിഷ എന്നാണ് ഇവിടെ പേര്. ജപ്പാന്റെ പാരമ്പര്യ വസ്ത്രം ധരിച്ചു വരുന്ന ഭാര്യാഭർത്താക്കന്മാർ. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നടന്ന് വലിയൊരു പടിപ്പുരയുടെ മുന്നിലേക്കെത്തുന്നു. തെൻറിയുജി സെൻ ടെമ്പിളിന്റെ പടിപ്പുരയാണ്. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണിത്. ഗ്രാൻഡ് ഗേറ്റ് എന്ന പടിപ്പുര കടന്ന് ഞാൻ അതിനകത്തേക്ക് നടന്നു. ഇവിടെയും ടൂറിസ്റ്റുകളുടെ തിരക്ക് തന്നെ. 1339 സ്ഥാപിച്ച ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഗൗതമ ബുദ്ധനാണ്. പല പടിപ്പുരകൾ കടന്നു വേണം അകത്തേക്ക് പോകാൻ. നടന്നിട്ടും അങ്ങെത്തുന്നില്ല. അകത്ത് നേരെ മുന്നിൽ കാണുന്നത് ധർമ്മഹാൾ എന്ന ഹാളാണ്. സെൻ ബുദ്ധിസത്തിന്റെ വലിയൊരു കേന്ദ്രമാണിത്. കാമയാമ ചക്രവർത്തിയുടെ മുസോളിയവും അവിടെയുണ്ട്. കാമയാമയുടെ ഒരു കൊട്ടാരമാണ് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും അങ്ങ് അകത്തുവരെ പോയി ക്ഷേത്രം ഷൂട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അത്രയും സമയം ഇവിടെ ചെലവഴിക്കാനില്ല. തെൻറിയുജി ക്ഷേത്രത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഒരു സ്റ്റോൺ പില്ലറാണിത്.
അങ്ങനെ പോകുമ്പോൾ വഴിയോരത്ത് ചില വിചിത്ര വിഭവങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. നമ്മളെ കൊതിപ്പിക്കുന്ന പലഹാരങ്ങൾ. ഇത് കിനാക്കോ മിറ്ററാഷി ഡാങ്കോ എന്ന ഒരു വിഭവമാണ്. റൈസ് ഡംപ്ലിംഗ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന വിഭവത്തിന്റെ ഒരു വകഭേദം. അരിപ്പൊടിയാണ് പ്രധാന ചേരുവ. 2 പീസിന് 700-ഉം 3 പീസിന് 1000-ഉം 5 പീസിന് 1500-ഉം യെന്നാണ് വില. ഒരു കൂട്ടർ വന്ന് 1000-ന്റേത് ഓർഡർ ചെയ്തു. മധുരമുള്ള സോയാ സോസിൽ മുക്കിയെടുത്ത റൈസ് ഡംപ്ലിംഗ് ആണിത്. റൈസ് ഡംപ്ലിംഗ് എന്നാൽ അരിയുണ്ട എന്ന് പറയാം. നമ്മുടെ കൊഴുക്കട്ട പോലിരിക്കും. ഉള്ളിൽ തേങ്ങയും ശർക്കരയും ഒന്നും ഉണ്ടാവില്ലെന്ന് മാത്രം. മധുരമുള്ള സോയാ സോസിൽ മുക്കുമ്പോഴാണ് അത് യഥാർത്ഥ മിറ്ററാഷി ഡാങ്കോയായി മാറുന്നത്. സോസിൽ മുക്കുന്നത് കൂടാതെ വറുത്ത സോയാപ്പൊടിയും അതിനു മുകളിലേക്ക് വിതറുന്നുണ്ട്. അതോടെ അതീവ രുചികരമായ ഒരു വിഭവമായി അത് മാറുന്നു. അത് വാങ്ങി ഒരു കുടുംബം ആസ്വദിക്കുന്നു. അങ്ങനെ ധാരാളം വഴിയോര കാഴ്ചകളുണ്ട് ഇവിടെ. ചെറിമരങ്ങൾ പൂത്തു നിൽക്കുന്ന വഴിയിൽ ഒരു ഉത്സവ ഛായയാണ്. സിറ്റി ബസ്സുകൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നടന്നു പോകാനാണ് ഇഷ്ടം. പാതയുടെ രണ്ടോരത്തുകൂടിയും ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നു. ചെറി ബ്ലോസം സീസണ് ഒരു കുഴപ്പമുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് ജപ്പാനിൽ ഈ സമയത്തെ ടൂറിസം. ഇവിടെ ചില വിചിത്ര വിഭവങ്ങളുണ്ട്. ഇത് കുക്കുംബർ പിക്കിളാണ്. നീളൻ കക്കരിക്ക മുളങ്കമ്പിൽ കുത്തിവെച്ചിരിക്കുന്നു. അതിനു മുകളിൽ ഏതാനും നാരങ്ങാ കഷ്ണങ്ങളും. ചില കോവിലുകളും വഴിയിൽ കാണാം. തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ. വൈവിധ്യമാർന്ന പലഹാരങ്ങളുണ്ട് ജപ്പാൻകാർക്ക്. ചിലതെല്ലാം നോൺ വെജാണ്. ഇത് കരാജെ എന്ന ഒരു ഫ്രൈഡ് ചിക്കൻ വിഭവമാണ്. അപ്പുറം മധുരക്കിഴങ്ങിൻ്റേതുമുണ്ട്. കുടുംബസമേതം ബിയറൊക്കെ നുണഞ്ഞ് വഴിയോരത്തിരിക്കുന്ന ആൾക്കാരെയും കാണാം. ഞാൻ വീണ്ടും നടന്നു. കുട്ടികളും കുടുംബവുമെല്ലാമായി പല നാട്ടുകാരും ജപ്പാൻകാരും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചെറി ബ്ലോസം സീസൺ ഇവിടെ ഒരു ആഘോഷ സീസണാണ്. ടൂർ ഫെസിലിറ്റികൾ ഒരുക്കുന്നവർക്കും കച്ചവടക്കാർക്കും ഹോട്ടലുകാർക്കുമെല്ലാം കൊയ്ത്തിന്റെ സീസൺ കൂടിയാണിത്. ഒരിടത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നു. ഇതെന്ത് സാധനം വാങ്ങാനാണെന്ന് അറിയാനായി ആ ക്യൂവിന്റെ മുന്നിലേക്ക് ഞാൻ ചെന്നു. ഇവിടെയും ഒരു പ്രത്യേക വിഭവമാണ് വിൽപ്പന. യൂബ ചീസ് എന്നാണ് അതിന്റെ പേര്. വലിയ ഡിമാൻഡാണിതിന്. ഈ കടയിൽ പലതരം പലഹാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും വിൽപ്പനയുള്ളത് യൂബ ചീസിനാണ്. അകത്താണ് പാചകം. അവിടെ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരുന്നു. പുറത്താണ് വിൽപ്പന കൗണ്ടർ. അവിടെ വെച്ച് 3 ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു. വളരെ ഫ്രണ്ട്ലി ആയ പിള്ളേർ. അവരാണ് ഈ വിഭവം എന്താണെന്ന് പറഞ്ഞു തന്നത്. രുചി എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഗംഭീര പലഹാരമാണെന്ന് അവരുടെ മറുപടി. ജപ്പാന്റെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ. പല കടകളിലും കാൻഡികളും ജാപ്പനീസ് സ്വീറ്റ്സുമൊക്കെ പാക്കറ്റുകളാക്കി വെച്ചിരിക്കുന്നു. ഇത് ടൂറിസ്റ്റുകൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നവയാണ്. 100 കണക്കിന് രുചിഭേദങ്ങളുള്ള പലഹാരങ്ങളുണ്ട്. വളരെ സോഫ്റ്റ് ആയത്, ഹാർഡായത്, ജെല്ലി പോലുള്ളത് ഒക്കെ. നടന്ന് നടന്ന് ഞാൻ കട്സുറ നദിയുടെ തീരത്തേക്കെത്തി. ക്യോട്ടോയുടെ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്ന പ്രമുഖ നദിയാണ് കട്സുറ. ഇവിടെ ഒരു പാലമുണ്ട്. ടോഗട്ട് സുക്കിയോ പാലമാണിത്. 9-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു മരപ്പാലമുണ്ടായിരുന്നു. അത് മാറ്റി 1934-ലാണ് ഇപ്പോഴുള്ള കോൺക്രീറ്റ് പാലം പണിതത്. പാലം കടന്ന് ആ തീരത്തുകൂടി കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. റിക്ഷാവലിക്കാർ എവിടെയുമുണ്ട്. ജിൻറിക് ഇഷാക്കാർ. നമ്മൾ അറിയുന്നില്ലല്ലോ, ജപ്പാൻ പോലുള്ള ഏറ്റവും വികസിതമായ നാട്ടിൽ ആളുകളെ ഇരുത്തി ആളുകൾ വലിച്ചുകൊണ്ടുപോകുന്ന റിക്ഷയുണ്ടെന്ന്. മനുഷ്യർ വലിക്കുന്ന റിക്ഷയെ നമ്മൾ കൽക്കത്തയിലൊക്കെ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായാണ് കണ്ടിരുന്നത്. ഇവിടെ അത് ട്രഡീഷന്റെ ഭാഗമാണ്. നല്ല ഗംഭീര റിക്ഷകളാണെല്ലാം. കൊൽക്കത്തയിലൊക്കെ റിക്ഷാവലിക്കാർ ജീവിത പ്രാരാബ്ധങ്ങളുടെ പ്രതീകമായിരുന്നല്ലോ. എന്നാൽ ഇവിടെ ഈ റിക്ഷാവലിക്കാർ പ്രമാണികളാണ്. ഷാഫു എന്നാണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ളവരാണ് ഇവർ. റിക്ഷയിലിരിക്കുന്നവർക്ക് ഓരോ സ്ഥലത്തിന്റെയും ചരിത്രവും പ്രത്യേകതകളും ടൂർ ഗൈഡുകളെ പോലെ പറഞ്ഞു തരും. നല്ല വരുമാനമുണ്ട് റിക്ഷക്കാർക്ക്. റിക്ഷകളുടെ സ്റ്റാൻഡുമുണ്ട് അവിടെ. റിക്ഷയ്ക്കെല്ലാം ഒരേ നിറം, ഒരേ രൂപം, ഒരേ ഭാവം. ഇവിടെ ചില
കിമോണ ധരിച്ച സുന്ദരിമാർ നദീതീരത്തെ തിട്ടയിലിരിക്കുന്നു. അതൊരു കാഴ്ച തന്നെയാണ്. കിമോണ ധരിച്ചാൽ ജാപ്പനീസ് പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക അഴകാണ്. കിമോണയുടെ പുറകിലൊരു ഏത്താപ്പുണ്ട്. നീളൻ വസ്ത്രം ഉറച്ചിരിക്കാൻ കെട്ടുന്ന വീതിയുള്ള അരപ്പട്ടയുടെ അറ്റമാണത്. അതിങ്ങനെ കലാപരമായി കെട്ടിവെച്ചിരിക്കും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നദിയിൽ നീങ്ങുന്ന വഞ്ചികളിൽ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. നദിയിൽ തടയണ കെട്ടിയാണ് ടൂറിസം ആക്ടിവിറ്റികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പൂത്തുനിൽക്കുന്ന പിങ്ക് ചെറിമരം മറ്റൊരു കാഴ്ച. സഞ്ചാരികളുമായി ഒരു കറക്കം പൂർത്തിയാക്കി ഒരു റിക്ഷാക്കാരൻ സ്റ്റാൻഡിലേക്ക് മടങ്ങുന്നു. നല്ല ആരോഗ്യവാന്മാരും സഹൃദയരുമാണവർ. വെനീസിലെ ഗൊണ്ടോള തൊഴിച്ചിലുകാരെ പോലെയാണ് ഇവിടുത്തെ ഷാഫുമാർ അഥവാ റിക്ഷാ വലിക്കാർ. പ്രൗഢമായ തൊഴിലാണ് ഇവർക്കിത്. ക്യൂ നിൽക്കാൻ വേണ്ടി പോവുകയാണിവർ. റിക്ഷ പാർക്ക് ചെയ്യേണ്ട സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. യാത്ര കഴിഞ്ഞെത്തിയാൽ ചക്രത്തിനടിയിൽ 2 ഊട് വെച്ച് ഉരുണ്ടു പോകാതെ നിർത്തും. എന്നിട്ടൊരു സ്റ്റൂൾ ഇട്ടുകൊടുക്കും. ആളുകൾ ഇരിക്കുമ്പോൾ മടിയിൽ ഒരു ചുവന്ന പട്ടുതുണി വിരിക്കുന്നത് പതിവാണ്. അത് എടുത്തുമാറ്റിയ ശേഷം അവരെ ഇറങ്ങാൻ സഹായിക്കും. ഇരുന്നു കഴിയുമ്പോൾ മടിയിൽ പട്ടുതുണി വിരിച്ചിടുന്നത് യൂറോപ്പിലൊക്കെ പതിവാണ്. ഒരു ആഠ്യത്വത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ ജപ്പാൻകാരും മുന്നിലാണ്. ഞാൻ പാലത്തിനടുത്തേക്ക് തിരികെ എത്തി. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജാപ്പനീസ് ചിത്രകാരൻ ഹിരോഷിഗെ പണ്ടിവിടെ ഉണ്ടായിരുന്ന മരപ്പാലത്തിന്റെ മനോഹരമായ ഒരു ചിത്രം ക്യാൻവാസിൽ പകർത്തിയിരുന്നു. അതിപ്പോഴും ഇന്നാട്ടിലെ കലണ്ടറുകളിലും വാൾപേപ്പറുകളിലുമെല്ലാം കാണാം. ഞാൻ തിരികെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്നും മടങ്ങേണ്ട സമയമായി. ബസ്സിൽ ചെന്ന് കയറി. യാത്ര തുടർന്നു. ക്യോട്ടോയിൽ ഒരു സ്ഥലം കൂടി ഞങ്ങൾക്ക് കാണാനുണ്ട്. നേരം 5 മണിയാകാറായിരിക്കുന്നു. എങ്കിലും ഒരു സ്ഥലം കൂടി കണ്ടിട്ട് വേണം ഇവിടെ നിന്നും ഒസാക്കയിലേക്ക് മടങ്ങാൻ. ഒസാക്ക സിറ്റിയിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. വഴിയരികിൽ മുഴുവൻ ചെറിപ്പൂക്കളാണ്. അങ്ങനെ പോകുമ്പോൾ ചില വിശ്വാസങ്ങളിൽ ജപ്പാൻകാരും നമ്മൾ മലയാളികളും തമ്മിലുള്ള സാമ്യമായിരുന്നു എന്റെ ചിന്തയിൽ. നമ്മുടെ നാട്ടിൽ വീട്ടിലിരുന്ന് രാത്രിയിൽ ചൂളമടിച്ചാൽ മുതിർന്നവർ വഴക്കു പറയുമല്ലോ. ഇവിടെയും കാര്യം അങ്ങനെ തന്നെ. രാത്രിയിൽ ചൂളമടിച്ചാൽ പാമ്പും പിശാചുക്കളും വീട്ടിലേക്ക് കയറി വരുമെന്നാണ് ഇവരുടെ വിശ്വാസം. രാത്രിയിൽ നഖം മുറിക്കുന്നത് അശുഭകരമാണെന്നതാണ് മറ്റൊരു വിശ്വാസം. നമ്മൾ തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് പറയും പോലെ മരത്തിലും നദിയിലും പർവ്വതത്തിലുമെല്ലാം ദൈവമിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ ഷിൻഡോ മതക്കാരുടെ വിശ്വാസം. ബസ് ഫുഷുമി ഇനാരി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഫുഷുമി ഇനാരി എന്ന ഒരു ഷ്രൈനാണ് ഇവിടെയുള്ള കാഴ്ച. ഷിൻഡോ മതക്കാരുടെ ഒരു ഷ്രൈനാണത്. അത് കാണാനാണ് പോകുന്നത്. ഫുഷുമി ഇനാരി റെയിൽവേ സ്റ്റേഷനാണിത്. 1000 തോറി ഗേറ്റ്സ് എന്ന പ്രശസ്തമായ ഗേറ്റ് നിര ഫുഷുമി ഇനാരിയിലാണ്. രസകരമായ ഒരു കാഴ്ചയാണത്. ചില സിനിമകളിലൊക്കെ അതും വന്നിട്ടുണ്ട്. ഇവിടെയും വണ്ടി കുറച്ചകലെ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ചു ദൂരം നടക്കണം. കാമി ഇനാരി എന്ന ദേവതയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ഷ്രൈൻ നിർമ്മിക്കപ്പെട്ടപ്പോൾ മുതൽ ഇതൊരു പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. അങ്ങനെയാണ് ഈ പട്ടണം വളർന്നതും. ഒരു റെയിൽവേ ഗേറ്റിന് സമീപത്തേക്ക് ഞങ്ങൾ നടന്നെത്തി. ഗേറ്റ് സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ. ട്രെയിൻ കടന്നുപോയപ്പോഴുള്ള തിരക്കാണിത്. ഇപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് ഇവിടുത്തെ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. 2 റെയിൽവേ ട്രാക്കും ക്രോസ് ചെയ്ത് കുന്നുകയറി നടക്കണം. ഇതാണ് ഷിൻഡോ മതക്കാരുടെ ഗേറ്റ്. തോറി എന്നാണ് അതിന് പറയുക. ഷിൻഡോ ക്ഷേത്രങ്ങളിലും അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ആ ഗേറ്റുകൾ കാണാം. അതെവിടെയെങ്കിലും കണ്ടാൽ അവിടെ ഷിൻഡോകളുടെ ക്ഷേത്രമുണ്ടെന്ന് തിരിച്ചറിയാം. മനോഹരമായ ഗ്രാനൈറ്റ് വിരിച്ച പാത. പൊതുവെ വാഹനങ്ങൾ കുറവാണ്. നടന്നു പോകാം. ഈ കുന്നുകയറി മലഞ്ചെരുവിലേക്ക് ചെല്ലണം.
അവിടെ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നിടത്ത് ഇറച്ചി ഗ്രില്ല് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പരസ്യത്തിനായി പോത്തിന്റെ തല തന്നെയുണ്ട്. അതുപോലെ തന്നെ പലതരം വിഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും നിലവാരം അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇറച്ചിയും മറ്റും ഗ്രില്ല് ചെയ്തു വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഷ്മി ഇനാരി ഷ്രൈനിന്റെ പടിപ്പുരയുടെ മുന്നിലേക്കെത്തി. നേരെ മുന്നിൽ കാണുന്നതാണ് ഫുഷ്മി ഇനാരി ഷ്രൈനുകൾ. 1000 തോറി ഗേറ്റിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോവിലുകൾ. അവിടെ നിന്നും ചെറിയ സ്ലോപ്പുള്ള പടവുകൾ കയറി ചെന്നു. പ്രധാന പടിപ്പുര കടന്നു ചെല്ലുമ്പോൾ നിരവധി ഷ്രൈനുകളുണ്ട്. ഹിന്ദുമതത്തിലേതുപോലെ പല പല ദേവീദേവന്മാരുണ്ട് ഷിൻഡോ മതത്തിലും. അവർ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് ഓരോ ഷ്രൈനും. ഷിൻഡോ വിശ്വാസപ്രകാരം ഇനാരി അരിയുടെയും കൃഷിയുടെയും ദേവതയാണ്. എന്നാൽ പരമ്പരാഗതമായി ജപ്പാനിലെ ബിസിനസ്സുകാർ അവരുടെ രക്ഷകമൂർത്തിയായി ഇന്നാരിയെ ആരാധിക്കുന്നു. അവരുടെ ഭക്തിയാണ് ഫുഷുമി ഇനാരി എന്ന പ്രദേശത്തെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത്. 10ാം നൂറ്റാണ്ടിൽ മുറഗാമി എന്ന ചക്രവർത്തിയാണ് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതും പരിപാലിച്ചതും. തുടർന്നു വന്ന രാജവംശങ്ങളൊക്കെ ഫുഷുമി ഇനാരിയെ അതീവ പ്രാധാന്യത്തോടെ കണ്ടു. ഇന്നും ജാപ്പനീസ് ജനതയുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണിവിടം. ജപ്പാനിലെ ഏറ്റവും വലിയ മതമാണ് ഷിൻഡോ മതം. 2ാം ലോകമഹായുദ്ധം വരെ ജപ്പാന്റെ ഔദ്യോഗിക മതവും അതായിരുന്നു. പ്രകൃതിശക്തികളും ജീവജാലങ്ങളുമെല്ലാം കാമി അഥവാ ദേവതയായി ആരാധിക്കപ്പെടുന്നു ആ മതത്തിൽ. ഹിന്ദുമതത്തിൽ എന്ന പോലെ ഷിൻഡോ മതത്തിലും ഓരോ ദേവതയ്ക്കും പ്രത്യേക പൂജകളും ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട്. കുറേയങ്ങ് നടന്നു ചെല്ലുമ്പോഴേക്കും ഗേറ്റുകളുടെ ഒരു നിര കാണാൻ തുടങ്ങി. തോറി എന്ന പ്രത്യേക രൂപമുള്ള ഗേറ്റുകൾ. അത് ഒരെണ്ണമല്ല, ഒന്നിനു പിറകെ ഒന്നായി എത്രയോ എണ്ണം. ഇതാണ് ഫുഷുമി ഇനാരിയിലെ ഏറ്റവും വലിയ ആകർഷണം. അടുത്തടുത്ത് നിൽക്കുന്ന ഗേറ്റുകൾ വഴിയെ ഒരു ടണൽ പോലെ ആക്കിയിരിക്കുന്നു. ഇത് ഭക്തരുടെ ഒരു വഴിപാടാണ്. ഇനാരി ദേവതയുടെ അനുഗ്രഹത്തിനായി ജപ്പാനിലെ സമ്പന്നർ സമർപ്പിച്ച ഗേറ്റുകളാണ് ഇവയോരോന്നും. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജപ്പാനിലെ ബിസിനസ്സുകാർ ഫുഷുമി ഇനാരി ഷ്രൈനിലേക്ക് തോറി ഗേറ്റുകൾ സംഭാവന ചെയ്യാൻ തുടങ്ങിയത്. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള വഴിപാടായി ഇത് നൽകുകയായിരുന്നു. ഗേറ്റുകൾ നൽകിയ വ്യക്തിയുടെ പേരും അത് സ്ഥാപിച്ച തീയതിയും ഇവയിൽ ഓരോന്നിലും എഴുതി വച്ചിട്ടുണ്ട്. ഗേറ്റുകളുടെ എണ്ണം 1000 കഴിഞ്ഞപ്പോഴാണ് 1000 തോറികൾ അഥവാ സെൻബോൺ തോറി എന്ന് ഈ വഴിക്ക് പേര് വന്നത്. വ്യക്തികൾ മാത്രമല്ല, കമ്പനികളും കലാകായിക സംഘങ്ങളുമെല്ലാം ഇങ്ങനെ തോറികൾ സമർപ്പിക്കുന്നുണ്ട്. ഒരു മലഞ്ചെരിവ് മുഴുവൻ ഇങ്ങനെ ഗേറ്റുകൾ നാട്ടി നിർത്തിയ വഴി വ്യാപിച്ചു കിടക്കുകയാണ്. നടന്നിട്ടും തീരുന്നില്ല. ഇനാരി മലയെന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. നടന്ന് ഞങ്ങൾ മലയിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്കെത്തി. ഒമോകാറു ഇഷി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഒമോകാറു ഇഷി എന്നാൽ സ്റ്റോൺ ഓഫ് ഫോർച്യൂൺ എന്നാണ് അർത്ഥം. അവിടെ നിന്ന് പിന്നെയും കയറിപ്പോകാം. ഈ വഴിയിലൂടെ നടന്ന് മലമുകളിലെത്തി തിരിച്ചിറങ്ങാൻ 4 മണിക്കൂർ എടുക്കും. ഞങ്ങൾക്കിവിടെ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടു തീർക്കാനാവില്ല. എങ്കിലും ഞാൻ നടന്നു. ഇപ്പോഴും ഇവിടെ വഴിപാടായി ഗേറ്റുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മലയിലാകെ 10,000-ത്തിലധികം തോറി ഗേറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്നാണ് കണക്ക്. ഇപ്പോഴിവിടെ ഒരു സാധാരണ തോറി ഗേറ്റ് സ്ഥാപിക്കാനുള്ള വഴിപാട് തുക 4 ലക്ഷം yen ആണ്. നമ്മുടെ 2,36,000 രൂപയിലധികം വരും അത്. ഗേറ്റുകൾ സ്ഥാപിച്ച വഴികൾ അങ്ങനെ പിന്നെയും മുകളിലേക്ക് കയറി പോവുകയാണ്. ഇനി അങ്ങ് കയറേണ്ടതില്ല. ഞാൻ അവിടെ നിന്നും ഇനി തിരിച്ചിറങ്ങുകയാണ്. കല്ലിന്റെ വിളക്കുമാടങ്ങൾ മലയിൽ ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. അതിനകത്തൊക്കെ രാത്രിയിൽ വിളക്ക് കത്തിക്കും. വളരെ ശാന്തമായ മരങ്ങൾ നിറഞ്ഞ ഒരു മലഞ്ചെരിവാണ്. വൃത്തിയിലും വളരെ ഭംഗിയിലും സംരക്ഷിച്ചിരിക്കുന്നു. കല്ല് വിരിച്ച പാതകൾ, മാലിന്യലേശമില്ലാത്ത സ്ഥലങ്ങൾ, ഇളം തണുപ്പ്, അസ്തമയ സൂര്യന്റെ വെയിൽ എല്ലാം കൂടി ചേർന്നൊരു അവിസ്മരണീയ അനുഭവമാണ് ഈ സമയത്ത് ഇതിലൂടെയുള്ള നടത്തം. സുഗന്ധമുള്ള ഒരു സ്ഥലം, പാരമ്പര്യ രീതിയിൽ നിർമ്മിച്ച കോവിലുകൾ, ഇതെല്ലാം വഴിപാടായി സ്ഥാപിച്ച ഷ്രൈനുകളാണ്.
ഇനാരി കാമിക്ക് വേണ്ടിയുള്ളതാണ് മിക്കതും. പടികൾ ഇറങ്ങി താഴോട്ട് നടന്നു. ഇവിടെയും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളുണ്ട്. വൈകുന്നേരം വെയിൽ ചായുന്നതോടെ പ്രദേശത്തിന്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഷിൻഡോ മതം ജപ്പാന്റെ ദേശീയ മതമായിരുന്ന 1946 വരെയും ഭരണകൂടത്തിൽ നിന്നും ഏറ്റവും അധികം സഹായം ലഭിച്ചിരുന്ന ആരാധനാലയമായിരുന്നു ഫുഷുമി ഇനാരി. കാൻപൈ തേഷ എന്ന വിഭാഗത്തിൽ വരുന്ന ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ദേവാലയം. വർഷത്തിൽ 365 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടുത്തേത്. ആർക്കും എപ്പോഴും വരാം. ഇവിടെ ഷ്രൈനുകൾ മാത്രമല്ല ഉള്ളത്, സുവനീർ കടകളും പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളുമെല്ലാമുണ്ട്. ഞാൻ പ്രധാന പടിപ്പുരയിലേക്ക് തിരികെ എത്തി മറ്റുള്ളവരെ കാത്തുനിൽപ്പായി.